അപ്പോൾ മക്കളെ നമുക്ക് 10ാം ക്ലാസ്സിലെ മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ചാപ്റ്ററിൻ്റെ പേര് അരിത്തമെറ്റിക് സീക്വൻസസ്, അതായത് സമാന്തര ശ്രേണികൾ. ആ ചാപ്റ്ററിൻ്റെ പേര് കേൾക്കുന്ന സമയത്ത് തന്നെ എന്താണ് അതിൽ പറയുന്നത് പൂർണ്ണമായിട്ട് വ്യക്തമാവും. അതിലാദ്യം ഈ ശ്രേണികൾ എന്താണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് സീക്വൻസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. എന്താണ് സീക്വൻസ്? സീക്വൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്പേഴ്സ് നിങ്ങൾക്ക് എഴുതി കഴിഞ്ഞാൽ ബാക്കിയുള്ള നമ്പേഴ്സ് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് സീക്വൻസ് എന്ന് പറയാം. അതായത് കുറച്ച് നമ്പേഴ്സ് ഒരു പർട്ടിക്കുലർ പാറ്റേൺ ഫോളോ ചെയ്യുകയാണെങ്കിൽ അത്തരം നമ്പേഴ്സിനെ നമുക്ക് സീക്വൻസ് എന്ന് വിളിക്കാം. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാലേ നോക്ക്, ഞാൻ 2, 5, 8, 11 അടുത്ത നമ്പർ പറയടാ. എന്തായിരിക്കും നമ്പർ? 2, 5, 8, 11. ഈ 4 നമ്പേഴ്സ് ഞാൻ എഴുതുമ്പോൾ ഇത് എന്തെങ്കിലും പാറ്റേൺ ഇത് ഫോളോ ചെയ്യുന്നുണ്ടോ? നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ 2നോട് 3 ആഡ് ചെയ്താലാണ് എന്ത് കിട്ടുക? 5 കിട്ടുക. ഈ 5നോട് വീണ്ടും 3 ആഡ് ചെയ്താലാണ് 8 കിട്ടുക. ഈ 8നോട് വീണ്ടും 3 ആഡ് ചെയ്താലാണ് 11 കിട്ടുക. അപ്പോൾ അടുത്ത നമ്പർ എന്തായിരിക്കും? ഈ സെയിം പാറ്റേൺ ഫോളോ ചെയ്യുകയാണെങ്കിൽ വീണ്ടും 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 14 കിട്ടും. അതിനോട് വീണ്ടും 3 ആഡ് ചെയ്താൽ 17 കിട്ടും. അങ്ങനെ പോകും. പിന്നെ 20, 23 അങ്ങനെ പോകും. ഉണ്ടോ? കുറച്ച് നമ്പേഴ്സ് എഴുതി കഴിഞ്ഞാൽ ബാക്കി നമ്പേഴ്സ് നമുക്ക് എഴുതാൻ കഴിയുമെങ്കിൽ അതിനർത്ഥം അതൊരു പർട്ടിക്കുലർ ലോ ഒബേ ചെയ്യുന്നുണ്ട് എന്നാ. അപ്പോൾ അതിനെ നമുക്ക് സീക്വൻസ് വിളിക്കാം. ഞാൻ വേറെ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞാൽ 1, 2, 4, 8, 16 ബാക്കിയുള്ളൊന്ന് പറഞ്ഞു നോക്ക്. എന്താ അതിൻ്റെ പ്രത്യേകത? ഈ 1ൻ്റെ ഇരട്ടിയാണ് 2, 2ൻ്റെ ഇരട്ടി 4 ആണ്, 4ൻ്റെ ഇരട്ടി 8 ആണ്, 8ൻ്റെ ഇരട്ടി 16 ആണ്. അതായത് ഇങ്ങനെ ഇരട്ടി എടുത്ത് പോവുക, അതായത് 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോവുക. ഇവിടെ ആഡ് ചെയ്ത് പോവുമായിരുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത ടേം പറ 32, നെക്സ്റ്റോ 64 എക്സെട്ര, അടുത്ത 128, പിന്നെ 256 അങ്ങനെ പോവുകയല്ലേ ചെയ്യുക. അപ്പോൾ അതാണ് ഇതൊരു പർട്ടിക്കുലർ പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥം. ഞാൻ വേറെ കുറച്ച് നമ്പേഴ്സ് പറയാം. 1, 4, 9, 16, 25 പറടാ. നെക്സ്റ്റ് നമ്പർ എന്തായിരിക്കും? എന്താണ് നമ്പർ? 36 അല്ലേ? എന്താ എങ്ങനെ നിങ്ങൾക്ക് എത്തിയത്? ഇത് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്, അതായത് പൂർണ്ണ വർഗ്ഗങ്ങളാണ് ഇവിടുത്തെ നമ്പേഴ്സ്. 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ, 5 സ്ക്വയർ, അപ്പോൾ 6 സ്ക്വയർ. അപ്പോൾ അത് കഴിഞ്ഞാൽ എന്തായിരിക്കും? 7 സ്ക്വയർ. അപ്പോൾ അത് 49, നെക്സ്റ്റ് 64, 81, 100 ആ രീതിയിൽ പോകും. അപ്പോൾ ഒരു പർട്ടിക്കുലർ ലോ ഒബേ ചെയ്യുന്ന നമ്പേഴ്സ്, പാറ്റേൺ, ഒരു പർട്ടിക്കുലർ പാറ്റേൺ ഫോളോ ചെയ്യുന്ന നമ്പേഴ്സ്, ആ പാറ്റേൺ ഒരു ലോ ഒബേ ചെയ്യും. അപ്പോൾ അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? സീക്വൻസ് എന്ന് വിളിക്കാം. ഇനി വേറൊന്ന് പറയുകയാണെങ്കിൽ 1/2, 2/3, 3/4, 4/5. അതിൻ്റെ ഒരു ലോ മനസ്സിലായില്ലേ? 1/2. അപ്പോൾ അടുത്ത് എന്തായിരിക്കും? 5/6, പിന്നെ 6/7. അങ്ങനെ ഒരു പർട്ടിക്കുലർ ലോ ഒബേ ചെയ്യുന്നുണ്ട്. സച്ച് ടൈപ്സ് ഓഫ് നമ്പേഴ്സ് ആർ കാൾഡ് സീക്വൻസ്. അപ്പോൾ സീക്വൻസിൽ ഇത്രയും കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. വേണമെങ്കിൽ അതിൻ്റെ ഡെഫിനിഷനൊക്കെ പറയാം. എ ഓർഡേർഡ് ലിസ്റ്റ് ഓഫ് ഓൾ നമ്പേഴ്സ് ഒബേയിങ് എ ഡെഫിനിറ്റ് ലോ എന്ന് പറയാം. ഒന്ന് മലയാളീകരിച്ച് കഴിഞ്ഞാൽ ഒരു നിശ്ചിത നിയമം അനുസരിച്ച് ക്രമമായി എഴുതുന്ന സംഖ്യകളെയാണ് സീക്വൻസ് എന്നൊക്കെ പറയാം. അതായത് നമ്മൾ പറഞ്ഞ കുറച്ച് എക്സാമ്പിൾസ് ഇതാണ്. ഇതിൽ ആദ്യം പറഞ്ഞ എക്സാമ്പിളിനെയാണ് നമ്മൾ എന്ത് പറയാം? അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയാം. അതായത് ഒരു പർട്ടിക്കുലർ നമ്പർ ഇങ്ങനെ ആഡ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ അത്തരം സീക്വൻസിനെ നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയാം. ഈ സീക്വൻസിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡെഫിനേഷനും കാര്യങ്ങളൊക്കെ ഭയങ്കര സംഭവമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണമെന്നൊന്നുമില്ല. ഇനി ഫുൾ ചാപ്റ്റർ അങ്ങനെ തന്നെ. മാത്സിൻ്റെ പ്രത്യേകത നിങ്ങൾ അതിൻ്റെ കോൺസെപ്റ്റ് കറക്റ്റ് ഒന്ന് ക്ലിയർ ആക്കി മനസ്സിലാക്കുക. പറയുന്ന ഫോർമുലാസ് അത് ഓട്ടോമാറ്റിക്കലി ബൈ ഹാർട്ട് ആവും. കാരണം അത് ഉണ്ടാക്കിയെടുക്കുന്ന സകല കോൺസെപ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. അതിനോട് കൂടെ ആ ഫോർമുല ഒന്നും കൂടെ പിന്നെ വേറൊരു നോട്ട് ബുക്കിൽ എഴുതിയിട്ട് ഒരു ലിസ്റ്റിൽ ഒരു ഷോർട്ട് നോട്ടിൽ എഴുതിയിട്ട് നിങ്ങളൊന്ന് സെറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇതിലുള്ള ഏത് പ്രോബ്ലംസും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ക്ലാസ് നിങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്യുക. അത് ഞാൻ വേറെ തന്നെ ഒരു പാറ്റേണിലായിരിക്കും എന്ത് ചെയ്യുക? ക്ലാസ് എടുക്കുക. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, ഈ ക്ലാസ് കഴിയുന്നതോടുകൂടി ടെക്സ്റ്റ് ബുക്കിലെയോ ഗൈഡിലെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് എക്സാമിൻ്റെ പേപ്പർ എടുത്തു കഴിഞ്ഞാലും അതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഉറപ്പ് ഞാൻ തരാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അത് കറക്റ്റ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ നല്ല ഉഷാറാക്കിയിട്ട് ഫോളോ ചെയ്ത് അത് ഒരു നോട്ട് എടുത്തിട്ട് തന്നെ സീരിയസ് ആയിട്ട് ഇരിക്കുക. ഒരു ബുക്ക് എടുത്തിട്ട് അതിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കുക. കറക്റ്റ് ഒരു ക്ലാസ്സിൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ 100% ഉറപ്പാണ് മാത്സിലുള്ള ഫുൾ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് സെറ്റാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അരിത്തമെറ്റിക് സീക്വൻസിനെ കുറിച്ചാണ്. അരിത്തമെറ്റിക് സീക്വൻസിലുള്ള ഏത് ലെവൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ SLCയിൽ ഫുൾ A+ കിട്ടലല്ല, അല്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടലല്ല, അതായത് മാത്സിൽ മാസ്റ്റർ ആവലാണ്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് അരിത്തമെറ്റിക് സീക്വൻസ് എന്നുള്ളൊരു ചാപ്റ്ററാണ്.
അപ്പോൾ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിൽ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിൽ മാസ്റ്റർ ആവുക എന്നുള്ള മൈൻഡ് സെറ്റോട് കൂടി പഠിക്കാം. അല്ലാതെ എങ്ങനെയെങ്കിലും തട്ടിമുട്ടി പാസ്സായതുകൊണ്ട് ഇപ്പോൾ എന്താ കാര്യം? ഒരാൾക്ക് ഫുൾ A+ കിട്ടി, എന്താ അതുകൊണ്ട് കാര്യം? നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടും അല്ലേ? +1 +2 ഒക്കെ ചിലപ്പോൾ നല്ല സ്കൂളുകളിൽ കിട്ടാം. പക്ഷേ നമ്മുടെ പ്രൈമറി എയിം എന്ന് പറഞ്ഞാൽ മാക്സിമം നോളജ് ഉണ്ടാക്കലാണ്. അപ്പോൾ മാത്സിൽ പിന്നെ മാത്സ് ടഫായ ഒരുപാട് ആൾക്കാരുണ്ടാവും, മാത്സ് ഈസി ആയ ഒരു ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ മാത്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരൊറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഒരു ഭീകര ലുക്കുള്ള സബ്ജക്റ്റാണ് എന്ത്? മാത്സ്. പക്ഷെ ഒന്ന് അടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആളൊരു പാവം മനുഷ്യനാണ്. അന്ന് അടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റായിട്ട് മാത്സ് മാറും. അത് നിങ്ങൾക്ക് മാത്സ് ഇഷ്ടമുള്ള ആൾക്കാരെ സംബന്ധിച്ച് അത് കുറച്ചും കൂടി എന്ത് ചെയ്യാൻ പറ്റും? റിലേറ്റ് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി എളുപ്പമാണ്. കുറച്ച് കാര്യങ്ങൾ കത്തിക്കഴിഞ്ഞാൽ ചെറിയൊരു ലോജിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയൊരു ചാപ്റ്ററാണ് എന്ത്? ഒരു സബ്ജക്റ്റാണ് മാത്സ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ കൂടെ നിൽക്കണം, നന്നായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യണം. എന്തായാലും മാത്സിലുള്ള എല്ലാ ടോപ്പിക്കും എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് മാസ്റ്ററൈസ് ചെയ്ത് തന്നെ പഠിക്കാൻ പറ്റും. ഏതായാലും നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. നമ്മുടെ മെയിൻ ടോപ്പിക്ക് ചാപ്റ്ററിൻ്റെ പേര് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് അരിത്തമെറ്റിക് സീക്വൻസ്, അതായത് സമാന്തര ശ്രേണികളെ കുറിച്ചാണ്. ആ മലയാളം വേർഡ് തന്നെ നമുക്ക് കറക്റ്റ് മനസ്സിലാകും. സമാന്തര ശ്രേണികൾ, അന്തരത്തിലുള്ള ശ്രേണികൾ എന്നാണ്. അതായത് ഒരു ഈക്വൽ ഡിസ്റ്റൻസിലുള്ള ശ്രേണികളെയാണ് നമ്മൾ സമാന്തര ശ്രേണികൾ എന്ന് പറയാം. അതായത് ഇപ്പോൾ കഴിഞ്ഞ ആ എക്സാമ്പിളിൽ നോക്കിയാൽ ഇവിടെ ഈ 2നോട് 3 ആഡ് ചെയ്യുമ്പോഴല്ലേ 5 കിട്ടിയത്. ഈ 5നോട് 3 ആഡ് ചെയ്തപ്പോഴാണ് 8 കിട്ടിയത്. 8നോട് 11 ആഡ് ചെയ്തപ്പോഴാണ് 8നോട് 3 ആഡ് ചെയ്തപ്പോഴാണ് 11 കിട്ടിയത്. 11നോട് 3 ആഡ് ചെയ്തപ്പോഴാണ് 14 കിട്ടിയത്. അതായത് ഇവർ തമ്മിലുള്ള അന്തരം, ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും എന്താണ്? സെയിം ആണ്, 3 ആണ്. അപ്പോൾ അത്തരം സീക്വൻസിനെയാണ് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയാം. ഞാൻ വേറൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്താൽ, സപ്പോസ് ഒരു 2, 7, 12, 17 എക്സെട്ര, ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിലുള്ള ഈ ആദ്യം കാണുന്ന ടേം ഉണ്ടല്ലോ നിങ്ങൾക്ക്, ഈ 2 എന്നുള്ള ടേമിനെ നമ്മൾ ആദ്യ പദം എന്നാ പറയാം, അല്ലെങ്കിൽ ഫസ്റ്റ് ടേം എന്ന് പറയും. ഈ 2നെ നമുക്ക് ഫസ്റ്റ് ടേം ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയാം. ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ആദ്യ പദം എന്ന് പറയാം. ഫസ്റ്റ് ടേമിനെ സാധാരണ ഡിനോട്ട് ചെയ്യൽ x1 വെച്ച് ഡിനോട്ട് ചെയ്യലുണ്ട്, A വെച്ച് ഡിനോട്ട് ചെയ്യാറുണ്ട്, F വെച്ച് ഡിനോട്ട് ചെയ്യലുണ്ട്, T1 വെച്ചിട്ടൊക്കെ ഡിനോട്ട് ചെയ്യും. അങ്ങനെ പല ഡിനോട്ടേഷൻ ആദ്യ പദത്തിനുണ്ട്, ഫസ്റ്റ് ടേമിനുണ്ട്. ഇനി രണ്ടാമത്തെ ടേമിനെ എന്താ പറയുക? 100% ഉറപ്പാണ് എന്ത്? സെക്കൻഡ് ടേം എന്ന് പറയും. സെക്കൻഡ് ടേം അല്ലെങ്കിൽ രണ്ടാം പദം എന്ന് പറയും. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ഡിനോട്ടേഷൻസ് x2 അല്ലെങ്കിൽ A2 അങ്ങനെയൊക്കെ ഡിനോട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ തൽക്കാലം നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ x1, x2, x3 അങ്ങനെയാണുള്ളത്, അതുകൊണ്ട് ഞാൻ x2 എന്ന് ഡിനോട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം ഇതിൻ്റെ മൂന്നാം പദമാണ്, തേർഡ് ടേം ആണ്, തേർഡ് ടേം അല്ലെങ്കിൽ മൂന്നാം പദം. അപ്പോൾ ഡിനോട്ട് ചെയ്യൽ x3 എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അടുത്ത ആൾ ഇയാളോ x4, നാലാം പദം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ n-ാം പദം എന്തായിരിക്കും? xn. xn എന്ന് പറയുമ്പോൾ nth ടേം ആയിരിക്കും. nth ടേം അതായത് n-ാം പദം. n-ാം പദത്തെയാണ് x എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലായി, ഈ 2നോട് 5 ആഡ് ചെയ്താലല്ലേ 7 കിട്ടുക. 7നോട് 5 ആഡ് ചെയ്തപ്പോൾ 12 കിട്ടി. 12നോട് 5 ആഡ് ചെയ്തപ്പോൾ 17 കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ആഡ് ചെയ്ത് പോകുന്ന നമ്പർ, ഒരു പർട്ടിക്കുലർ നമ്പർ ആഡ് ചെയ്ത് അങ്ങനെ പോകുമ്പോൾ കിട്ടുന്ന സീക്വൻസിനെയാണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആഡ് ചെയ്ത നമ്പറിനെ നമ്മൾ പറയാം പൊതുവ്യത്യാസം എന്നാണ് പറയാം. പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയും. സ്മോൾ ലെറ്റർ D വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എന്ന് പറയാൻ കാരണം എന്താണെന്ന് അറിയോ? ഇവിടുത്തെ വ്യത്യാസം നോക്കുക. അതായത് 7ന് 2 കുറച്ച് കഴിഞ്ഞാൽ എന്താ കിട്ടുക? 5 കിട്ടുക. അതായത് സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ 5 ആണ്. ഇതേപോലെ നിങ്ങൾ ആ തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം കുറച്ച് നോക്ക്. തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം, ഇതിലുള്ള തേർഡ് ടേം ഏതാ? 12 മൈനസ് 7 വിച്ച് ഈസ് ആൾസോ 5 ആണ്. ഇതേപോലെ നിങ്ങൾ ഇതിൽ നിന്ന് ഒരു ഫോർത്ത് ടേമിൽ നിന്ന് തേർഡ് ടേം സബ്ട്രാക്ട് ചെയ്ത് നോക്ക്. ഇതിലുള്ള ഫോർത്ത് ടേം എന്താ? ഫോർത്ത് ടേം 17 ആണ്. 17ന് 12 മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? വിച്ച് ഈസ് അഗെയിൻ 5 ആയിരിക്കും കിട്ടുക. അപ്പോൾ ഈ ഡിഫറൻസ് എല്ലാത്തിലും കോമൺ ആണ്, അതുകൊണ്ട് അതിനെ കോമൺ ഡിഫറൻസ് എന്ന് പറയും. അല്ലെങ്കിൽ വ്യത്യാസം പൊതുവാണ്, പൊതു വ്യത്യാസം എന്ന് പറയും. അപ്പോൾ ഒരു
അരിത്തമെറ്റിക് സീക്വൻസിൽ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് ഒരു കോൺസ്റ്റന്റ് ടേം ഇങ്ങനെ ആഡ് ചെയ്ത് പോകുമ്പോൾ കിട്ടുന്ന സീക്വൻസിനെയാണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയാം. അപ്പോൾ ആ ആഡ് ചെയ്ത നമ്പറിനെയാണ് പൊതുവ്യത്യാസം, അതായത് കോമൺ ഡിഫറൻസ് എന്ന് പറയല്. ആദ്യ പദം, രണ്ടാം പദം, മൂന്നാം പദം, അങ്ങനെ ഒരുപാട് പദങ്ങൾ ഉണ്ട് എന്നൊന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഏകദേശം സംഗതികൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്കിതൊന്ന് ഡെഫിനിഷൻ പ്രകാരം ഒന്ന് പറയുകയാണെങ്കിൽ, എ സീക്വൻസ് സ്റ്റാർട്ടിങ് വിത്ത് എ നമ്പർ ആൻഡ് പ്രൊസീഡിങ് ബൈ ആഡിങ് വൺ നമ്പർ എഗെയിൻ ആൻഡ് എഗെയിൻ ഈസ് കാൾഡ് അരിത്തമെറ്റിക് സീക്വൻസ് എന്നാണ് ടെക്സ്റ്റ് ബുക്കിലുള്ള ഡെഫിനിഷൻ. ഒന്ന് മലയാളീകരിച്ചാൽ, ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങിയിട്ട് ഒരേ സംഖ്യ തന്നെ വീണ്ടും വീണ്ടും കൂട്ടിക്കിട്ടുന്ന ശ്രേണിയെ സമാന്തര ശ്രേണി എന്ന് പറയുന്നു. പിന്നെ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താ? കോമൺ ഡിഫറൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്, അതായത് പൊതുവ്യത്യാസം. എങ്ങനെ പൊതുവ്യത്യാസം കിട്ടുക? ഒരു നമ്പറിൽ നിന്ന് അതിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു ടേമിൽ നിന്ന് അതിൻ്റെ തൊട്ട് മുമ്പുള്ള ടേം കുറക്കുമ്പോഴാണ് പൊതുവ്യത്യാസം കിട്ടുക. നമുക്ക് കുറച്ച് കോമൺ ഡിഫറൻസ് കാണുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദി ഫോളോവിങ് അരിത്തമെറ്റിക് സീക്വൻസ്. സമാന്തര ശ്രേണികളുടെ പൊതുവ്യത്യാസം കണ്ടെത്തുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ടൊന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്ക്. ആദ്യത്തിൻ്റെ കോമൺ ഡിഫറൻസ് എന്താ? കോമൺ ഡിഫറൻസ് കാണാൻ ഒരു ടേമിൽ നിന്ന് അതിൻ്റെ തൊട്ട് മുമ്പത്തെ ടേം കുറക്കുക. ഞാൻ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറക്കുകയാണ്. 5 - 3 2 ആണ്. ഇനി ഒരാൾ 7 - 5 ചെയ്ത് കഴിഞ്ഞാലും തന്നെ ആൻസർ 2 തന്നെ കിട്ടുക. ഇനി അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യനില് 29, 26, 23. എടാ ഇത് നമ്പർ ഇങ്ങനെ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കല്ലേ, ഡിക്രീസിങ് AP ആണ്. നോക്കാം, നമുക്കിതിൻ്റെ സെക്കൻഡ് ടേം 26 ആണ്, ഫസ്റ്റ് ടേം 29 ആണ്. 26 - 29 എന്താ? -3. അപ്പോൾ കോമൺ ഡിഫറൻസ് നെഗറ്റീവ് ആകാം. കോമൺ ഡിഫറൻസ് നെഗറ്റീവ് ആകുമ്പോൾ ഇങ്ങനെ -3 ആഡ് ചെയ്യാന്നാ പറയാം. 29നോട് -3 ആഡ് ചെയ്തു, വീണ്ടും -3 ആഡ് ചെയ്തു എന്നുള്ള രീതിയിൽ പറയാം. അപ്പോൾ കോമൺ ഡിഫറൻസ് നെഗറ്റീവ് ആവില്ല എപ്പോഴാണ്? ഒരു ഡിക്രീസിങ് AP ആകുമ്പോൾ. ഇൻക്രീസിങ് AP ആണെങ്കിൽ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇനി അടുത്ത AP നോക്ക്, ഇതൊരു AP തന്നെയാണ് കേട്ടോ. 5, 5, 5, 5, അതായത് സെയിം നമ്പർ തന്നെ വീണ്ടും വീണ്ടും കോമട്ട് എഴുതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എന്താ? സെക്കൻഡ് ടേം എന്ന് ഫസ്റ്റ് ടേം കുറച്ചാൽ 0 അല്ലേ കിട്ടുക? കോമൺ ഡിഫറൻസ് 0 ആണ്. കോൺസ്റ്റന്റ് സീക്വൻസ് ആണത്, കോൺസ്റ്റന്റ് AP എന്ന് പറയും. അപ്പോൾ ഇതാണ് APകൾ പല ഐറ്റുണ്ട്. ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നതായിട്ടുണ്ട്, ഡിക്രീസ് ചെയ്യുന്നതായിട്ടുണ്ട്, പിന്നെ കോമൺ ഡിഫറൻസ് 0, അങ്ങനെ എല്ലാ ടേമും ഒരേപോലെ ആയി കിടക്കുന്ന APകളുണ്ട്. ഏതായാലും നമ്മൾ ജസ്റ്റ് ചാപ്റ്ററിനെ കുറിച്ചൊന്ന് തുടങ്ങി വെച്ചു. ഇനി നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നല്ല അതിൻ്റെ ഫോർമുലകളും ബാക്കിയുള്ള നല്ല നല്ല ക്വസ്റ്റ്യൻസിലേക്കൊക്കെ കിടക്കണം. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് സെറ്റായിരിക്കുക. ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ. ഇനി ആർക്കെങ്കിലും നമ്മൾ ഇതുവരെ ചെയ്തതിൻ്റെ നോട്ട് ആവശ്യമുണ്ടെങ്കിൽ, അതിൻ്റെ PDF ആവശ്യമുണ്ടെങ്കിൽ, ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ ഒരു QR കോഡ് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് സ്കാൻ ചെയ്താൽ മതി, നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഏറ്റവും ബെറ്റർ സ്വന്തമായിട്ട് ഒരു നോട്ടിൽ എഴുതി വെക്കൽ തന്നെ കേട്ടോ. അതിൻ്റെ അടുത്തേക്ക് ഒരു PDF-ഉം എന്ത് ചെയ്യൂല, എത്തൂല. സ്വന്തമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യലാണ് ഏറ്റവും നല്ലത്. ഇനി അഥവാ വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നിങ്ങൾക്ക് സ്കാൻ ചെയ്താൽ കിട്ടും.